ഹായ് എവരിവൺ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചൊരു വീഡിയോ ഇങ്ങനെയായിരുന്നു. അവൾ MBBSൻ്റെ സ്റ്റഡീസിൻ്റെ സ്ട്രെസ്സൊക്കെ കയറിയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് രാത്രി അവൾ അപ്പനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, ഫുൾ സ്ട്രെസ്സാണ്. അപ്പോൾ അപ്പൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നമ്മൾ നിൻ്റെ അപ്പൻ്റെ കൈയോ കാലോ ഒന്നും തളർന്നു പോയിട്ടില്ല, ഇപ്പോഴും ജോലി ചെയ്യാനുള്ള നല്ല ശക്തി നിൻ്റെ അപ്പനുണ്ട്. നീങ്ങി പോര്, ഞാൻ മരിക്കുന്നവരെ നിന്നെ നോക്കും. ഈ മറുപടി കേട്ടിട്ട് ആ മോൾ ഒരിക്കലും നിർത്തി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ല, മറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കാനായിട്ട് അവൾക്കൊരു പ്രചോദനം തോന്നിയിട്ടുണ്ടാകത്തുള്ളൂ. മറ്റൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു 23-കാരൻ്റെ തലയറ്റ ബോഡി റെയിൽവേ ട്രാക്കിലെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഉള്ള കാര്യം ഇങ്ങനെയായിരുന്നു: നീ എന്തിനാ ഈ ചെറിയ ജോലിക്കൊക്കെ പോകുന്നത്? നീ പഠിച്ച ജോലിക്ക് പോ എന്നുള്ള വീട്ടിൽ നിന്നുള്ള ഹൈ പ്രഷർ അവന് താങ്ങാൻ സാധിക്കാണ്ട്, കണ്ടിന്യൂസ് ഉള്ള ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് അവൻ പോയി സൂയിസൈഡ് ചെയ്യാണ്. ഇവിടെ ഒരപ്പൻ തൻ്റെ മകളെ നേടുമ്പോൾ മറ്റൊരപ്പൻ തൻ്റെ മകനെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിന്നെക്കുറിച്ച് നിൻ്റെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര കംപ്ലൈൻ്റ് ആണല്ലോ. നീ പഠിക്കാനല്ലാണ്ട് ഈ വെച്ച് കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണ് രാവിലെ പോയിക്കൊണ്ടിരിക്കുന്നത്? നിനക്കൊന്നും പഠിക്കാൻ ഒരു ബുദ്ധിയില്ലേ? ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളോട് ചോദിക്കുന്നതിന് പകരം ജസ്റ്റ് എടാ, നിൻ്റെ പ്രായത്തിൽ ഞാനും നിൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു, മാർക്ക് കുറയുമായിരുന്നു, നീ ട്രൈ ചെയ്യും, നിന്നെക്കൊണ്ട് പറ്റും എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ശരിക്കും നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങളുടെ മക്കൾ നേടണോ അതോ വിട്ട് കളയണോ എന്നുള്ളത്.